ഒ പിയിൽ വരുന്ന ഏറ്റവും കൂടുതൽ കേസസ് നീ പെയിൻ ആണ്. ഇപ്പോൾ ഈ നീ പെയിനുമായിട്ട് വരുന്ന പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്ന കുറച്ച് കംപ്ലയിൻസ് ആണ് മുട്ടുവേദന, അതുപോലെ തന്നെ നീര്, പിടുത്തം, സ്റ്റിഫ്നെസ് വരിക, പിന്നെ നമ്മൾ നടക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ക്രിപ്പിറ്റേഷൻസ് വരിക, ഇമ്മൊബിലിറ്റി, നടക്കാൻ പറ്റായിക, ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് നടന്ന് പോകാൻ പറ്റായിക, സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, രാത്രി കിടക്കുമ്പോൾ അതിയായ വേദന, കാല് അനക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരിക, അതുപോലെ തന്നെ എണീറ്റ് നിൽക്കുമ്പോൾ കാല് വെട്ടിപ്പോകുന്ന അവസ്ഥ, ഇതെല്ലാമാണ് സാധാരണ രീതിയിൽ പറയുന്ന കംപ്ലയിൻറ്റ്സ്. ഇത് നമുക്കൊരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൽ വരുന്ന അസുഖമായിട്ട് പറയുന്നില്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് പ്രായമായിട്ടുള്ളവർക്ക് വരെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഈ അസുഖം വരുന്നുണ്ട്. നമ്മുടെ നീ പെയിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് ആർത്രൈറ്റിസ് ആണ്. ഇപ്പോൾ ആർത്രൈറ്റിസിൽ തന്നെ നമുക്ക് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ്, അപ്പോൾ ഈ ടൈപ്പിലുള്ള ആർത്രൈറ്റിസ് കൊണ്ട് നമുക്ക് മുട്ടുവേദന വരുന്നുണ്ട്. രണ്ടാമത്തെ കാരണം ഇഞ്ചുറി അല്ല ഓവർ യൂസ്. അതായത് ലിഗമെൻറ്റിന് വരുന്ന സ്പ്രെയിനുകൾ, ലിഗമെൻറ്റിന് വരുന്ന ചെറിയ ചെറിയ ഇഞ്ചുറികൾ കൊണ്ടുണ്ടാകുന്ന ടയറുകൾ, ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് മുട്ടുവേദനയ്ക്ക് കാരണമാകും. അടുത്തൊരു റീസൺ ഫ്രാക്ചർ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് മുട്ടുവേദന വരാറുണ്ട്. ഓവർ വെയിറ്റ് ആണ്. ഓവർ വെയിറ്റ് കൊണ്ട് വരുന്ന ഇഷ്യൂസ്, നമ്മുടെ അമിതമായ വണ്ണം കൊണ്ട് നമുക്ക് മുട്ടിന് താങ്ങാൻ പറ്റാത്ത അത്ര വെയിറ്റ് വരുമ്പോൾ ആ ലിഗമെൻറ്റ്സിന് വീക്ക്നെസ് വരാം, അപ്പോഴും മുട്ടുവേദന വരാം. ഇനി അടുത്തത് ഓസ്റ്റിയോസാർക്കോമ പോലത്തുള്ള ട്യൂമേഴ്സ് ഇതിനൊരു കാരണമായിട്ട് മാറാറുണ്ട്. പിന്നെ ജന്മനാരമുള്ള വൈകല്യങ്ങൾ, അതുകൊണ്ട് നമുക്ക് വരുന്ന മുട്ടുവേദനയും സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. നമുക്കിതിന് പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത്രയും കണ്ടീഷൻ കൊണ്ട് നമുക്ക് മുട്ടുവേദന വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ്, MRI, എക്സ്റേ, അങ്ങനത്തെ ടെക്നിക്സ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഡയഗ്നോസ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ്സിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ സ്പെഷ്യലായിട്ട് വരുന്ന കിഴികളുണ്ട്. നമ്മൾ 8 തൊട്ട് 10 വരെ ടൈപ്സിലുള്ള കിഴികൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ധാരകൾ. സ്പെഷ്യൽ ധാരകളുണ്ട്. അത് ഞങ്ങളുടെ തന്നെ പ്രിപ്പറേഷൻസിൽ വരുന്ന ഓയിൽ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ധാരകളുണ്ട്. ചില കണ്ടീഷനിൽ നമുക്ക് ബാൻഡേജിങ്, ലേപനങ്ങൾ, പിന്നെ ജാനുവസ്തി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് മുട്ടിനെ ലോക്കലൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതൊക്കെയാണ് പ്രധാനമായി വരുന്ന ചികിത്സകൾ. നമുക്കിതിൽ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് 7 ദിവസം തൊട്ട് 14 ദിവസം വരെയുള്ള ചികിത്സകളാണ് നിർദ്ദേശിക്കുന്നത്.